ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവോപ്സിന്റെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള് ഡോക്കറിനെ കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ടെക് ഫീൽഡിൽ കരിയർ ഇംപ്രൂവ്മെന്റിന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഡോക്കർ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീപ് ലേൺ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താണ് ഡോക്കർ എന്ന് ചെക്ക് ചെയ്യും. അത് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടാട്ടോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു ഡോക്കർ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു IT ഇൻഡസ്ട്രിയിൽ ഈ ഒരു കോൺസെപ്റ്റിന് എന്തുകൊണ്ടാണ് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയതും ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റിലും എന്തുകൊണ്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതും നോക്കും. അതായത് ഈ ഒരു ഡോക്കർ വന്നതിന് ശേഷം എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന എന്ത് ഇഷ്യൂ ആണ് ഡോക്കർ റിസോൾവ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയൊരു ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഡോക്കറിന്റെ മേജർ കോൺസെപ്റ്റ്, ഡോക്കർ ഇമേജ്, ഡോക്കർ ഹബ്ബ്, ഡോക്കർ കണ്ടെയ്നേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ അതിന്റെ റിലേറ്റഡ് കമാൻഡ്സും നോക്കും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഡോക്കർ ഹബ്ബിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇമേജ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അത് റൺ ചെയ്യാന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രം പോകാതെ ഓരോ കമാൻഡ്സ് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു മാത്രം പോവാതെ എൻ്റെ കൂടെ തന്നെ ഡോക്കർ നിങ്ങളുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ കമാൻഡ്സും എക്സിക്യൂട്ട് ചെയ്ത് പോകുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടും. സോ ഇനി നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡോക്കർ? വാട്ട് ഈസ് ഡോക്കർ? അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതൊരു വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡെവലപ്മെന്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് പ്രോസസ്സിനെ ഇത് ഈസി ആക്കി. അതായത് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഡോക്കർ കമ്പനീസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അവർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ആ ഒരു സിനാരിയോ സ്റ്റിൽ കുറെ കമ്പനീസ് ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ ഒരു സിനാരിയോ ഫസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് നിങ്ങളുടെ കമ്പനിയിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചോ. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഡെവലപ്പേഴ്സിന്റെ ടീമിൽ എല്ലാ ഡെവലപ്പേഴ്സിന്റെയും സിസ്റ്റത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആവശ്യമുള്ള സർവീസസിനെയും ലൈബ്രറീസിനെയും ഒക്കെ സെലക്ട് ചെയ്ത് അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും കൂടെ ഓക്കെ ആവുന്ന രൂപത്തിലുള്ള ഓക്കെ ആവുന്ന സർവീസിന്റെ വേർഷൻ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. വൺസ് ഈ മെയിൻ സ്റ്റാക്കിന് ആവശ്യമുള്ള ഈ ഒരു റൺ ടൈം എല്ലാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് ഡെവലപ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. വൺസ് ഈ ആപ്ലിക്കേഷന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ടെസ്റ്റിംഗ് ആണല്ലേ. സോ നമ്മൾ ടെസ്റ്റേഴ്സിന് ഈ ആപ്ലിക്കേഷൻ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പം എഗെയിൻ ഇത് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലും ഈ കംപ്ലീറ്റ് എൻവയോൺമെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സർവീസസും ലൈബ്രറീസും ഡിപ്പെൻഡൻസീസ് എല്ലാം അവരുടെ സിസ്റ്റത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേ കാര്യം തന്നെ നമ്മൾ എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യണം? സ്റ്റേജിങ് സെർവറിലും പ്രൊഡക്ഷൻ സെർവറിലും എല്ലാം ഇതേ റിപ്പീറ്റഡ് ആയിട്ട് സെയിം കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലായിടത്തും പോയിട്ട് എല്ലാ സർവീസസിനെയും സെറ്റ് ചെയ്യണം. അതിനുശേഷം എൻവയോൺമെന്റ് നോക്കിയാൽ ടെസ്റ്റേഴ്സിന് ബിൽഡ് എടുത്തു കൊടുത്ത് ടെസ്റ്റേഴ്സ് നമ്മുടെ പ്രോജക്റ്റ് മീൻസ് ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം അവരുടെ അടുത്ത് നിന്ന് പുതിയ കംപ്ലൈന്റ് വന്നു, ഈ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ആ ഒരു ബ്ലെയിം ഗെയിം, ആ ഒരു ഡയലോഗ് കൂടെ പറയും, എന്തുകൊണ്ട് എന്റെ സിസ്റ്റത്തിൽ വർക്ക് ആവുന്നില്ല? എന്റെ സിസ്റ്റത്തിൽ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തർക്കവും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മുടെ ഡെവലപ്പേഴ്സിന്റെയും ഓപ്പറേഷൻ ടീമിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഇഷ്യൂ അതിന്റെ റൂട്ട് കോസ് ഫൈൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യാന്നുള്ളത്. കാരണം ടെസ്റ്റേഴ്സിന് ഇപ്പോൾ നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസിനെ കുറിച്ചും കൊറീസിനെ കുറിച്ചൊന്നും അവർ അവെയർ ആയിരിക്കില്ല. അവർക്കത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർക്കിത് ടെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. സോ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ആപ്ലിക്കേഷൻ
നമ്മൾ ഇപ്പോൾ ഡീബഗ് ലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലോഗിൽ പോയി എറർ കണ്ടുപിടിക്കണം. അപ്പം എറർ ഒരു പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ എഴുതിയ കോഡിന്റെ ഭാഗമായിട്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. അത് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആയിരിക്കും. അതായത് സപ്പോസ് നമ്മുടെ രണ്ട് കൂട്ടരുടെയും, ടെസ്റ്റേഴ്സിന്റെയും ഡെവലപ്പേഴ്സിന്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേർഷൻ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അതുമൂലം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സർവീസിന്റെ വേർഷനുമായിട്ട് ഇത് കോൺഫ്ലിക്റ്റ് ആയതായിരിക്കാം. അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതുകൊണ്ടായിരിക്കാം മേജർലി ഒരു നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സർവീസസിന്റെ വേർഷന്റെ കോൺഫ്ലിക്റ്റ് ആണ് വരാറ് എന്നതുകൊണ്ടായിരിക്കും ഇത് എക്സിക്യൂട്ട് ആവാത്തത്. എഗെയിൻ നമ്മൾ ഇത് ചിലപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ ഈ ഒരു OS അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളൊരു റൂട്ട് കോസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യും. ഇതേ പ്രോസസ്സ് തന്നെ ഓരോ പുതിയ ആപ്ലിക്കേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുതിയ ഫീച്ചർ വരുമ്പോഴും ഇതേ ഇഷ്യൂസ് നമ്മുടെ ഈ ടെസ്റ്റേഴ്സിന്റെയും ഡെവലപ്പേഴ്സിന്റെയും ഓപ്പറേഷൻ ടീമിന്റെ ഒക്കെ ഇടയിൽ വരും. നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം പ്രോസസ്സിന് തന്നെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഡോക്കർ ആക്ച്വലി ഈ ഒരു ഇഷ്യൂ ആണ് റിസോൾവ് ചെയ്തത്. അതായത് ഡോക്കർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ റൺ ടൈമിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു, നമുക്ക് അങ്ങനെ പറയാം. ഈ ഒരു പാക്കേജിനെ നമ്മൾ കണ്ടെയ്നേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിലും, അതിപ്പോൾ നമ്മുടെ സർവീസസും OSഉം ഒന്നും അല്ലാത്തൊരു പ്ലാറ്റ്ഫോമിലും നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഇമേജസും ഒരു ബിൽഡ് ചെയ്തു. ആ ഇമേജസിന്റെ ഇൻസ്റ്റൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും റൺ ചെയ്യാം. അതായത് നമുക്കൊരു പാക്കേജ് തന്നെ എടുക്കാം. ഈ പാക്കേജിന്റെ അകത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക? ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന്റെ കോഡ് ഉണ്ടാവും. അത് കൂടാതെ അതിനാവശ്യമുള്ള ലൈബ്രറീസും ഡിപ്പെൻഡൻസീസും റൺ ടൈമും എൻവയോൺമെന്റ് കോൺഫിഗറേഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പാക്കേജ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ പാക്കേജ് മതി ഇപ്പൊ നമ്മുടെ ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ വേറെ എവിടേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ, മെയിൻസ്റ്റാക്ക് ആപ്ലിക്കേഷൻ തന്നെ എടുത്താൽ, സപ്പോസ് നമ്മുടെ ബാക്കെൻഡ് DB പോസ്റ്റ്ഗ്രസ് ആണെന്ന് വിചാരിച്ചോ, അത് ഇതിനകത്ത് ഉണ്ടാവും, നമ്മുടെ ആപ്ലിക്കേഷന്റെ കോഡ് ഉണ്ടാവും. ഇനി നിങ്ങൾ ഈവൻ ഈ ഒരു പെർഫോമൻസിന്റെ പാർട്ടായിട്ട് ഒരു ക്യാഷിംഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ Redis DB യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ഇപ്പം മെയിൻസ്റ്റാക്ക് ആയതുകൊണ്ട് നോഡ്, NPM എല്ലാം കംപ്ലീറ്റ് ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള കാര്യങ്ങളും ഈ പാക്കേജിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. വൺസ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു കണ്ടെയ്നറൈസ് ചെയ്യും, അതായത് ഇമേജ് ബിൽഡ് ചെയ്യും. ഈ ഇമേജ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ ടെസ്റ്റേഴ്സുമായിട്ടോ നമ്മുടെ ടീമുമായിട്ട് ഷെയർ ചെയ്യാം. അവർ ആ ഒരു ഇമേജ് റൺ ചെയ്താൽ മതി. അത് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടെ. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. സോ ആസ് എ ഡെവലപ്പർ നമ്മൾ നമ്മുടെ റിക്വയർമെന്റിന് ആവശ്യമുള്ള കുറച്ച് ഡോക്കർ കമാൻഡ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഈ നേരത്തെ പറഞ്ഞ ഒരു കംപ്ലീറ്റ് ഇഷ്യൂവിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി ഈ ഒരു ഡോക്കർ വന്നതിന് ശേഷം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിന് ഫസ്റ്റ് നിങ്ങൾ ബ്രൗസറിൽ വന്നിട്ട് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ലിങ്കിലെ ഇതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് മാക് ആണോ വിൻഡോസ് ആണോ ലിനക്സ് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഇൻസ്റ്റാളറോ ഡൗൺലോഡ് ചെയ്യാം, സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം എൻ്റെ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ ഇത് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഇൻസ്റ്റാളർ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. ഈ ഒരു ഡോക്കർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവും. വൺസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്താൽ സ്റ്റാർട്ട് മെനുവിൽ വന്നിട്ട് ഡോക്കർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡോക്കർ ഡെസ്ക്ടോപ്പ് അവൈലബിൾ ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഡോക്കർ ഡെസ്ക്ടോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും മെയിൻ ആയിട്ട് ഡോക്കർ എഞ്ചിനും പിന്നെ ഒരു CLI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CLI ത്രൂ നമുക്ക് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം, ഡോക്കർ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തത് ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ഡോക്കറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പുള്ള് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസ് ഏതൊക്കെയാണ്, അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് ആ ഒരു ഇന്റർഫേസ് ത്രൂ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡോക്കർ എഞ്ചിനുണ്ട് സർവീസസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AI ഇന്റഗ്രേറ്റഡ് ആണ്, MCP ടൂൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗിനേഴ്സിന്റെ രീതിയിൽ നിങ്ങൾക്ക് MCP ഒക്കെ കുറച്ച് ഓവർലെമിങ് ആയിരിക്കും. അത് നമ്മൾ അപ്കമിങ്
അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇൻ കേസ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എസ്പെഷ്യലി കിറ്റിൻ്റെയും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും പോകണ്ട. നമ്മൾ പറഞ്ഞു വന്നത് വൺസ് ഈ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഡോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്കർ ഡെസ്ക്ടോപ്പിന്റെ ടൂള് നിങ്ങൾ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റാർട്ട് മെനുവിൽ വന്നിട്ട് സെർച്ച് ചെയ്തു ആ ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ഫസ്റ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. കണ്ടെയ്നേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ കേസിൽ ഇവിടെ എംപ്റ്റി ആയിരിക്കും, ഒരു കണ്ടെയ്നറും ഉണ്ടാവില്ല. എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി എന്താ പറയുക കുറേ ഇമേജസ് ഓൾറെഡി ഞാൻ ഈ ഒരു ഡോക്കർ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് CI/CD പൈപ്പ്ലൈൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്ത ഇമേജസും എക്സിസ്റ്റിംഗ് ഡോക്കർ ഹബിൽ നിന്ന് കുറച്ച് ഇമേജസ് പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കും. ആ ഇമേജസ് ഒക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവർ CLI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സിസ്റ്റത്തിന്റെ ടെർമിനൽ ത്രൂ ആണ് ഡോക്കർ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ കണ്ടത് കണ്ടെയ്നേഴ്സ് ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസിൽ നിന്ന് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത കണ്ടെയ്നേഴ്സ് ആണ്. ഇപ്പൊ ഇതൊന്നും റണ്ണിങ് അല്ല കേട്ടോ, എല്ലാം എക്സിറ്റ് സ്റ്റേജിലാണ് ഉള്ളത്. പിന്നെ ഞാൻ ഈ പുള്ളി ചെയ്തെടുത്ത ഇമേജസ് ഇവിടെ പുള്ളി ചെയ്തെടുത്ത ഇമേജ് മാത്രമല്ല, ഞാൻ സെൽഫായിട്ട് എൻ്റെ റിയാക്റ്റിനും നോഡ്.js-നൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജസും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എടുത്ത ബിൽസ്, അതുപോലെ തന്നെ ഡോക്കർ ഹബിലേക്കുള്ള ആക്സസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ MCP ടൂൾ കിറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പം നോക്കണ്ട, എസ്പെഷ്യലി നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്കറിന്റെ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് MCPയിലൊക്കെ വന്നാൽ മതി. കാരണം ഈ MCP സർവേഴ്സ് ആക്ച്വലി ഡോക്കറിന്റെ ഒരു കോൺസെപ്റ്റ് അല്ല, ഡോക്കർ MCP സെർവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MCP സെർവർ നമുക്കറിയാലോ AI-ക്ക് നമ്മുടെ എക്സ്റ്റേണൽ സർവീസസുമായിട്ട് എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഡോക്കർ ത്രൂ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഡോക്കറിന്റെ ആ ഒരു ഇന്റർഫേസ്. ഇനി നമുക്ക് ഡോക്കറിന്റെ മേജർ കോൺസെപ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഇനി നമുക്ക് ഡോക്കറിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡോക്കർ ഇമേജ് എന്താന്ന് നോക്കാം. അതായത് നമുക്ക് പരിചയമുള്ള ആ ഒരു ആപ്ലിക്കേഷന്റെ ആ ഒരു ബിൽഡ് എടുക്കുന്ന പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ബിൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷന്റെ ആർട്ടിഫാക്ട് ഫയലാണല്ലേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. സിപ്പ് ഫയൽസ് ഉണ്ട്, ടാർ ഫയൽസ് ഉണ്ട്, ജാർ ഫയൽസ് ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ കോർ ലാംഗ്വേജിനനുസരിച്ച് മാറും. അപ്പം നമ്മൾ വൺസ് ഇത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആർട്ടിഫാക്റ്റിന്റെ സ്റ്റോറേജിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ ഏത് സെർവറിലാണോ ഇത് ആവശ്യമുള്ളത്, നമ്മുടെ ലോക്കൽ മെഷീനിലോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെർവറിലേക്കോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യൂലേ. അതാണ് നോർമലി നമ്മളുടെ ആ ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അപ്പം ഡോക്കറിന്റെ കേസിലാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാക്കേജിൽ നമ്മൾ പറഞ്ഞു പാക്കേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡോക്കറിന്റെ കേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പാക്കേജും ഒരു ടൈപ്പ് ഓഫ് ആർട്ടിഫാക്റ്റ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആർട്ടിഫാക്റ്റ് ആണ്. നമ്മളിപ്പം ഇതും ജാർ ഫയലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ജാർ ഫയലിൻ്റെ ഉള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ജസ്റ്റ് കമ്പൈൽഡ് ആയിട്ടുള്ള കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു പാക്കേജിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നോഡ് ഉണ്ടാവും, NPM ഉണ്ടാവും. പിന്നെ ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളുടെ ജാവ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജാവേന്റെ റൺ ടൈം ഉണ്ടാവും. നിങ്ങളുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണോ അതിനനുസരിച്ചുള്ള കംപ്ലീറ്റ് റൺ ടൈം ആൻഡ് ടൂൾസ് അടങ്ങിയതായിരിക്കും ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാക്കേജിനെയാണ് ബേസിക്കലി നമ്മൾ ഇമേജസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഡെവലപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ Node.js-ഉം NPM-ഉം വേണം. സോ ഈ ഒരു ഡോക്കർ ഇമേജിൽ ഈ ഒരു നോഡും NPM-ഉം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള എൻവിറോൺമെന്റ് വേരിയബിൾസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ഈ ഒരു ഇമേജിന്റെ അകത്ത് നിങ്ങൾക്ക് ഡയറക്ടറീസും ഫയൽസും ജനറേറ്റ് ചെയ്യാം, നമ്മുടെ പ്രൊജക്ടിന്റെ കോഡ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യാം, കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ കോഡും ഈ ഒരു കംപ്ലീറ്റ് കോൺഫിഗറേഷൻ സെറ്റിംഗ്സും കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പാക്കേജ് ജനറേറ്റ് ചെയ്യുന്നത്. ആ പാക്കേജിനെയാണ് നിങ്ങൾ ഇമേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിന്റെ അഡ്വാൻറ്റേജ് എന്താ, ആ ഒരു ഇമേജ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഡെവലപ്പർ ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എവിടെയാണോ ഡോക്കർ രജിസ്റ്റർ ഉള്ളത് അവിടേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇമേജിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി.
ഇനി എന്താണ് കണ്ടെയ്നേഴ്സ്? ഇപ്പം ജസ്റ്റ് നമ്മളൊരു ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർട്ടിഫാക്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ആ ഇമേജിനെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റൺ ആവുന്നത്. അപ്പോൾ എവിടേക്കാണോ നമ്മളിത് ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തത്, സെർവറിലേക്കോ ലോക്കൽ കമ്പ്യൂട്ടറിലേക്കോ അത് വൺസ് ഇത് അപ്ലോഡ് ചെയ്തിട്ട് അവിടുന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഇത് ആക്സസ് ചെയ്യാം. അവിടുന്ന് നമ്മൾ ആ ഇമേജിനെ റൺ ചെയ്യണം. അപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഈ ഇമേജ് റൺ ആവുന്നത് നമ്മുടെ ആ ഒരു OSന്റെ എൻവറോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഈ ഒരു ഇമേജിന്റെ അകത്ത് അതിനാവശ്യമുള്ള എൻവറോൺമെന്റ് എല്ലാം പ്രീ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ പ്രീ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഈ ഒരു എൻവറോൺമെന്റിൽ നിന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ റണ്ണിങ് ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിന്റെ ഇമേജ് ഡെവലപ്പ് ചെയ്യും, ഇമേജിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കും. ഇനി നമ്മളിപ്പോ നമ്മുടെ ഒരു ബേസിക് പ്രൊജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ലോഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിം ആപ്ലിക്കേഷന്റെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് റൺ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഒരേ ഇമേജിന്റെ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സിനെ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും പെർഫോമൻസിന്റെ പാർട്ടായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇമേജ് ഫസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു, ആ ഇമേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടെയ്നേഴ്സ് ആയി. കണ്ടെയ്നേഴ്സ് ബേസിക്കലി ഇമേജിന്റെ റണ്ണിങ് ഇൻസ്റ്റൻസ് ആണ്. ഇനി ഞാൻ ഒരു ഡോക്കറിന്റെ ഒരു CLIയിൽ പോയിട്ട് എങ്ങനെയാണ് നമുക്കിപ്പം നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇമേജസിനെ കാണുന്നതിനുള്ള കമാൻഡ് കാണിച്ചു തരാം. അതിന് നിങ്ങൾ ഡോക്കർ സ്പേസ്, ഡോക്കറിന്റെ ഓൾമോസ്റ്റ് എല്ലാ കമാൻഡ്സും ഈ ഡോക്കറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡോക്കർ CLI നമ്മൾ ഈ ഒരു ഡോക്കറിന്റെ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത്, ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ടെർമിനൽ ത്രൂ എല്ലാ കമാൻഡ്സും എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വന്നത് എന്റെ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഇമേജസിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാന്നുള്ള കമാൻഡ് നോക്കാനല്ലേ. കമാൻഡ് ഡോക്കർ സ്പേസ് ഇമേജസ് നാട്ടോ. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എന്റെ സിസ്റ്റത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇമേജസിനെയും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ഇതൊക്കെ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി 2-3 വീഡിയോസ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗിറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗിറ്റിൽ CI/CD ഗിറ്റ് ഹബ് ആക്ഷൻ ത്രൂ എങ്ങനെ ഒരു CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാം, ക്യൂബർനെറ്റീസിൽ ജെങ്കിൻസ് ത്രൂ എങ്ങനെ CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജസും പിന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഇമേജ് ഞാൻ ഒഫീഷ്യൽ ഇമേജ് ഡോക്കർ ഹബിൽ നിന്ന് പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാമാണ്. ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇമേജസ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, കാരണം വേക്കൻ്റ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഇമേജസിന്റെ റണ്ണിങ് ഇൻസ്റ്റൻസസിനെയാണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നതെന്ന്. അപ്പൊ കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നത് ഡോക്കർ സ്പേസ് PS എന്ന് പറഞ്ഞ കമാൻഡ് ആണ് കേട്ടോ. നമുക്ക് ഇമേജസിനെ ലിസ്റ്റ് ചെയ്യാൻ ഡോക്കർ ഇമേജസ് ആണെങ്കിൽ കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ ഡോക്കർ PS ആണ്. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഒരു കണ്ടെയ്നേഴ്സും റണ്ണിങ് അല്ല. അതുകൊണ്ടാണ് ഇപ്പൊ PS അടിച്ച സമയത്ത് ജസ്റ്റ് ഈ ഒരു ടാബുലാർ ഫോർമാറ്റിൽ ഇത്രയും വന്നത്. ഇനി എനിക്ക് എന്റെ സിസ്റ്റത്തിൽ ഇതുവരെ ക്രിയേറ്റഡ് ആയിരിക്കുന്ന എല്ലാ ഞാൻ ക്ലിയർ ചെയ്യുവാണ് കേട്ടോ. അപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സിനെയും കാണണമെന്ന് വിചാരിച്ചു. ഡോക്കർ PS കമാൻഡ് അടിക്കുന്ന സമയത്ത് റണ്ണിങ് കണ്ടെയ്നേഴ്സിനെ മാത്രമേ കാണിക്കുള്ളൂ. അതിന്റെ കൂടെ ടാഗും കൂടെ ആഡ് ചെയ്യുമ്പോൾ -A കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം റണ്ണിങ് സ്റ്റോപ്ഡ് ആയിട്ടുള്ളതും റണ്ണിങ് ആയിട്ടുള്ളതും എല്ലാ കണ്ടെയ്നേഴ്സിനെയും ലിസ്റ്റ് ചെയ്യും. ഇത്രയും കണ്ടെയ്നേഴ്സിനാണ് ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് റണ്ണിങ് അല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡോക്കർ PS അത് വരാതിരുന്നത്. -A അടിച്ചപ്പം നമ്മുടെ സിസ്റ്റത്തിലെ കണ്ടെയ്നേഴ്സിന്റെ ലിസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിന്റെ ID, ഏത് ഇമേജിൽ നിന്നാണ് അത് ബിൽഡ് ചെയ്തത്, അതിന്റെ കമാൻഡ്, എനിക്ക് അതുപോലെ തന്നെ ക്രിയേറ്റഡ് ടൈമും സ്റ്റാറ്റസും, എക്സിറ്റഡ് ആണ് സ്റ്റാറ്റസ്, അത് നമ്മുടെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ആ സർവീസ് റൺ ചെയ്യുന്ന പോർട്ടും, പിന്നെ കണ്ടെയ്നറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കസ്റ്റം നെയിം കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നെയിം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ കണ്ടെയ്നറിന് ഒരു IDയും അതുപോലെ തന്നെ ഒരു നെയിമും ഡോക്കർ തന്നെ അസൈൻ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പം 2 കമാൻഡാണ് നമ്മൾ നോക്കിയത്. ഒന്ന് ഇമേജിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കർ ഇമേജ് കമാൻഡും ഡോക്കർ കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്കർ PS കമാൻഡും. അപ്പൊ അത് ഓക്കെ ആയല്ലോ. ഇനി നമുക്ക്
അടുത്ത കോൺസെപ്റ്റിലേക്ക് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഡോക്കറിൽ ഇമേജസിനെ ആക്സസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുമെന്ന്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരുപാട് ഇമേജസ് വേണ്ടി വരും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ തന്നെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം എൻജിനെക്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉബുണ്ടു എടുത്തിട്ടുണ്ട്, ഗിറ്റിൻ്റെ ഉണ്ട്, സൊണാർ ക്യൂബിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആക്ച്വലി ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമേജസ് അല്ല. അതുപോലെ തന്നെ നോഡിൻ്റെ ഉണ്ട്. ഈ ഇമേജസ് ഒക്കെ ഒഫീഷ്യലി ഡോക്കർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുള്ള കസ്റ്റം ഇമേജ് ഡെവലപ്പ് ചെയ്യുക. അതിന് എക്സിസ്റ്റിംഗ് ആയിരിക്കുമല്ലോ പ്രീ ബിൽഡ് ആയിട്ടുള്ള ഇമേജസ് കുറേ എണ്ണം എന്താ ഇപ്പം നോഡ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ലൈബ്രറീസ് പോലെ ഡിപ്പെൻഡൻസീസ് എല്ലാം നമുക്ക് ഡോക്കർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചല്ലേ. ഇനി അതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഡോക്കർ രജിസ്ട്രീസ് ആണുള്ളത്. അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അവിടുന്ന് ജസ്റ്റ് പുള്ളി ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇപ്പം യൂഷ്വലി ഈ ഒരു കമ്പനീസ്, ഇപ്പം ഏത് കമ്പനിയാണോ ഈ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും ഈ ഒരു ഇമേജസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒഫീഷ്യൽ ഇമേജ്, അതായത് ഇപ്പം നമ്മൾ ഡോക്കർ ഹബിൽ പോയി, ഡോക്കർ ഹബ് ഞാൻ കാണിച്ചു തരാം. ഡോക്കർ ഹബിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കുറേ ഒരു ഇമേജിൻ്റെ തന്നെ ഒരേ ടൈപ്പ് സർവീസിന് തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും. അതിൽ ഒഫീഷ്യൽ ഇമേജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മോങ്കോ ഡിബിൻ്റെ ഒരു ഇമേജ് നമുക്ക് വേണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മോങ്കോ ഡിബി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡോക്കറിന്റെ രജിസ്ട്രിയിൽ വന്നിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും. അതിൽ ഒഫീഷ്യൽ ഇമേജ് ആണ് ആക്ച്വലി നമ്മളെടുത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഒഫീഷ്യൽ ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഡോക്കർ രജിസ്ട്രീനെയാണ് നമ്മൾ ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. നെറ്റിൽ വന്നിട്ട് ഇതുപോലെ ഡോക്കർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിലെ ഡോക്കർ ഹബ് കണ്ടെയ്നേഴ്സ് ഇമേജ് ലൈബ്രറി, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഒഫീഷ്യൽ ഡോക്കർ ഹബ്ബ് കാണാം. ഇതിൻ്റെ സെർച്ച് ബാറിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജിനെ സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഞാൻ മോങ്കോ ഡിബിൻ്റെ എടുക്കുക. അപ്പം മോങ്കോ ഡിബിൻ്റെ ആണ് മോങ്കോ ഡിബി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. അപ്പം നമുക്കിവിടെ മോങ്കോ ഡിബിൻ്റെ മൾട്ടിപ്പിൾ ഇമേജസ് കാണാം. അപ്പം ഈ ഇമേജിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒഫീഷ്യൽ ഇമേജ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനീസ് അവർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഡോക്കറിന്റെ കമ്മ്യൂണിറ്റിയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. ഡോക്കർ കമ്മ്യൂണിറ്റി വെരിഫൈ ചെയ്യും. അപ്പം ജസ്റ്റ് വെരിഫിക്കേഷൻ മാത്രമല്ല, ആ ഇമേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പ്രാക്ടീസസും കൂടെ അവരുടെ സെക്യൂരിറ്റി ടീം ചെയ്യും. അതായത് നമുക്ക് എല്ലാ സേഫർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കണല്ലോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. അപ്പം ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒഫീഷ്യൽ ഇമേജ് നിങ്ങളുടെ ആപ്ലിക്കേഷന് ചൂസ് ചെയ്യുക. അപ്പം അവര് എല്ലാ വിധത്തിലും സെക്യൂർഡ് ആയിട്ടുള്ളതായിരിക്കും ഈ ഒഫീഷ്യൽ ഇമേജസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയി എന്ന് വിചാരിച്ചോ, ഇതൊരെണ്ണം ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് മോങ്കോ ഡിബിൻ്റെ സിംഗിൾ ആയിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ വേറെ ഒരെണ്ണം എടുക്കാം കേട്ടോ. നമുക്ക് എൻജിനെക്സിൻ്റെ എടുക്കാം. അപ്പോൾ എൻജിനെക്സിൻ്റെ ഇവിടെ നോക്കുകയാണെന്നെങ്കിൽ ഡോക്കർ ഒഫീഷ്യൽ ഇമേജസ് എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സർവീസസിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഷൻസ് അവൈലബിൾ ആയിരിക്കുമല്ലോ. അവർ ഓരോ വർഷവും പുതിയ ഫീച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് ഫിക്സ് ഒക്കെ ചെയ്ത് ഓരോ വേർഷൻ റിലീസ് ചെയ്യുള്ളൂ. ഒരെണ്ണത്തിൻ്റെ തന്നെ സെയിം ഇമേജിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് അവൈലബിൾ ആണ്. അതിൽ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പുള്ളി ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡോക്കർ ഹബ് എന്ന് പറയുന്നത് ഒരു ഇമേജ് രജിസ്ട്രി, ഒരു ഇമേജ് ലൈബ്രറി പോലെ എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ വന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഇതിന്റെ മാത്രമല്ല, ഓരോ ഇമേജിനെയും കൂടെ അതിന്റെ ഡോക്കർ ഫയലും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കിട്ടും. ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഓരോ കമാൻഡ്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഓരോ കമാൻഡ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്ന കമാൻഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനൽ ഇമേജ് ആണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു കസ്റ്റം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കമാൻഡ്സിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. സോ നമുക്ക് ഡോക്കറിന്റെ മേജർ ആയിട്ടുള്ള കമാൻഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം.
ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഡോക്കർ ഇമേജ്, അതിന്റെ റണ്ണിങ് ഇൻസ്റ്റൻസ് ആണ് കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡോക്കർ ഇമേജ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്കർ ഹബിൽ അവൈലബിൾ ആയിരിക്കും, അത് പുള്ളി ചെയ്തെടുക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജ് അതെങ്ങനെയാണ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് കണ്ടെയ്നേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എൻജിനെക്സ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ എൻജിനെക്സ് ആകുമ്പോൾ നമുക്കറിയാലോ വെബ് സെർവർ ആണ്, അത് സ്റ്റാറ്റിക് ഫയൽസിനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങളൊരു റിയാക്ട് ഡെവലപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് എൻജിനെക്സിനാണെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കണ്ടെയ്നേഴ്സ് പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ എൻജിനെക്സ് അല്ല, ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ജേസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈ ഒരു ഇമേജ് വേണ്ടത് അത് ഫസ്റ്റ് നമ്മൾ ഈ സെർച്ച് ബാറിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പൊ എന്റെ കേസിൽ എൻജിനെക്സ് ആണുള്ളത്. അപ്പൊ ഞാൻ എൻജിനെക്സ് സെർച്ച് ചെയ്തു. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മീൻസ് കമ്മ്യൂണിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഇമേജ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം ഇമേജിന്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്കറിയാലോ ഏത് സോഫ്റ്റ്വെയറിനാണെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേർഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ആവശ്യമുള്ള വേർഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡോക്കറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഡോക്കർ ഇമേജിന്റെ സൈസിനായിരിക്കും. ഇപ്പം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ജേസിന്റെ NPMന്റെ ഈ പറഞ്ഞ പോലെ എൻജിനെക്സ് ആണെങ്കിൽ അത്, നമ്മുടെ ഡാറ്റാ ബേസ് ഇപ്പം MongoDB ആണെങ്കിൽ അത്, ഈ എല്ലാ ഇമേജസും കൂടെ ഈ ഒരു ഡോക്കർ ഫയൽ ത്രൂ നമ്മൾ എടുക്കുന്നുണ്ടാവും. സോ ഇതെല്ലാം കൂടെ വരുമ്പം നമ്മുടെ ഫൈനൽ ഡോക്കർ ഇമേജ് ഹെവിയർ ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പെർഫോമൻസിനെ വെച്ച് നോക്കിയിട്ട് ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഇമേജ് എടുക്കണം. സ്ലിം എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മുടെ ആപ്ലിക്കേഷന്റെ എല്ലാ റിക്വയർമെന്റും ഇത് മീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചിലപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ചിലപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മുടെ ആപ്ലിക്കേഷനും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേർഷൻ ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് കാണാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നമ്മുടെ ഈ വേർഷനെ ഇമേജിന്റെ ടാഗ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ 1.29 ഒരു ടാഗാണ്, 1.29.3 വേറൊരു ടാഗാണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷനാണ്. അതിൽ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കറന്റ്ലി ഉള്ള ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ പുള്ളി ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാഗ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്തോളും, ഇവര് ഈ ഒരു ലേറ്റസ്റ്റ് ഇമേജ് ആയിരിക്കും പുള്ളി ചെയ്തുകൊണ്ട് വരുന്നത്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓൾഡർ വേർഷനാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 1.28 ഈ ഒരു വേർഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലേക്ക് പുള്ളി ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി ടെർമിനലിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഡോക്കർ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോക്കർ പുള്ള്, ഇതിപ്പോൾ ഏത് ഇമേജിനാണെങ്കിലും ഈ ഒരു കമാൻഡ് സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ഇമേജിന്റെ നെയിമും പിന്നെ ഇമേജിന്റെ ടാഗും കൊടുക്കുക. ഈ ഒരു നമ്മളിന്ന് എൻജിനെക്സ് ആയതുകൊണ്ട് നമ്മുടെ ഇമേജിന്റെ നെയിം എൻജിനെക്സ് എന്നാണ്. നമുക്ക് ടെർമിനലിലേക്ക് വരാം. സോ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു എൻജിനെക്സിന്റെ 1.2 വേർഷൻ ആ ഒരു ഇമേജ് പുള്ള് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഡോക്കർ സ്പേസ് പുള്ള്, ഞാൻ ഇപ്പൊ കമാൻഡ് കാണിച്ചു തന്നല്ലോ അവരുടെ വെബ്സൈറ്റിൽ തന്നെ. സ്പേസ് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ഏതാണോ നമ്മൾ പുള്ള് ചെയ്യേണ്ട ഇമേജ് ആ ഒരു ഇമേജിന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് ഇമേജ് ടാഗ് കൊടുക്കുക. അപ്പൊ 1.28 ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അവരുടെ ആ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ലോഗ്, നമുക്ക് പുള്ള് ചെയ്യുന്ന ലോഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നിങ്ങൾ ഈ കമാൻഡിൽ തന്നെ നമ്മൾ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള സ്പെസിഫിക് URL ലൊക്കേഷനോ ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്കിവിടെ ഡൗൺലോഡിങ് നടക്കുന്ന കാണാല്ലേ. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്കറിന് ബൈ ഡിഫാൾട്ട് ആയിട്ട് അതിന്റെ ഒരു ഡോക്കർ രജിസ്ട്രി ഡോക്കർ ഹബ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഒഫീഷ്യൽ ഇമേജ് ഒരു ഡിഫാൾട്ട് ലൊക്കേഷനിൽ പോയി എടുത്തോളും. നമ്മൾ ഇതുപോലെ എക്സ്പ്ലിസിറ്റ്ലി ആ ഒരു ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നടന്നോളും. നമ്മുടെ കേസിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ ഇപ്പം ഈ ഒരു എൻജിനെക്സിന്റെ ഈ ഒരു ഇമേജ് അവൈലബിൾ ആണ്. അപ്പം ഇമേജസിനെ ലിസ്റ്റ് ചെയ്യുന്ന കമാൻഡ് ഡോക്കർ സ്പേസ്
ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് കേട്ടോ. അപ്പം എൻജിൻ എക്സിന്റെ നമ്മളിപ്പോൾ പറഞ്ഞ 1.28 ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ. ഇനി ഇത് കൂടാതെ ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിലേക്ക് പുള്ളി എടുത്തിരിക്കുന്ന ഡോക്കർ ഇമേജസ് ആണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ തന്നെ പ്രീവിയസ് വീഡിയോ ഇപ്പം ഗിറ്റിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ മീൻസ് CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്തിരിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ ജെങ്കിൻസിന്റെ വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഞാൻ ഈ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണേ. ഞാൻ നിങ്ങളോട് വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പെസിഫിക്കലി ഒരു ഡോക്കറിന്റെ നമ്മുടെ ഒരു സർവീസിന്റെ വേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷൻ ആയിരിക്കും എടുത്തിട്ട് വരുന്നത്. അതായത് ഞാൻ വേഷൻ റിമൂവ് ചെയ്തു, എഗെയിൻ നമ്മൾ പുള്ള് ചെയ്തെടുക്കുമ്പം ഇതൊരു ഡൗൺലോഡ് ചെയ്യും നമ്മുടെ സിസ്റ്റത്തിലേക്ക്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേഷൻ ആയിരിക്കും. അത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ യൂസിങ് ഡീഫാൾട്ട് ടാഗ് ലേറ്റസ്റ്റ് ടാഗ് ആണെന്ന്. ലേറ്റസ്റ്റ് ടാഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലേറ്റസ്റ്റ് ഏറ്റവും റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു സർവീസിന്റെ ആ ഒരു ഇമേജ് ആയിരിക്കും ഇപ്പോൾ പുള്ളിങ് നടക്കുന്നത്. പക്ഷേ ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ഈ ഒരു എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനെ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ സർവീസിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഏറ്റവും നല്ല ഇമേജിന്റെ ഏത് ഇമേജ് ആണെന്ന് നമ്മുടെ നോക്കുന്ന ആ സർവീസിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഇമേജിന്റെ ടാഗ് കണ്ടുപിടിച്ച് അത് പുള്ളി ചെയ്യുന്നതായിരിക്കും ഒരു റിയൽ ടൈം ആപ്ലിക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ നല്ലത് കേട്ടോ. അല്ലാതെ ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാൻ നിൽക്കരുത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഡോക്കർ ഇമേജസ് കമാൻഡ് അടിച്ചു നോക്കാം. നമ്മൾ നോക്കുമ്പോൾ സെയിം എൻജിനെക്സിന്റെ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ഇപ്പൊ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഫസ്റ്റ് പുള്ള് ചെയ്ത 1.28ഉം പിന്നെ നമ്മൾ രണ്ടാമത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും പുള്ള് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ഇമേജസിനെ ബേസ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം ഈ ഒരു ഇമേജ് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡോക്കർ ഈ ഇമേജസ് നമ്മുടെ സിസ്റ്റത്തിൽ കണ്ടെയ്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇമേജസിന്റെ റണ്ണിങ് ഇൻസ്റ്റൻസ് ആണ് കണ്ടെയ്നേഴ്സ് എന്ന്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ ഇമേജസിന്റെ ലിസ്റ്റ് ഒന്ന് എടുക്കുവാണേ. നമുക്ക് ഈ ഒരു 1.28 എന്നുള്ള ഈ ഒരു ഇമേജിന്റെ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ കണ്ടെയ്നർ റൺ ചെയ്യുന്ന കമാൻഡ് ഡോക്കർ സ്പേസ് റൺ സ്പേസ് നമ്മുടെ ഇമേജിന്റെ നെയിം എന്താണോ, ഇപ്പൊ എൻജിനെക്സ് ഏതാണോ അതിന്റെ ടാഗ് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പം ആ ഒരു സ്പെസിഫിക് സർവീസ് ഇപ്പൊ നമ്മുടെ കേസിൽ എൻജിനെക്സ് ആയതുകൊണ്ട് അവരുടെ എല്ലാ സ്ക്രിപ്റ്റും റൺ ചെയ്യും. ആ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇപ്പൊ എൻജിനെക്സ് സർവീസിന്റെ എല്ലാ ലോഗ്സും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ബ്രൗസറിൽ എങ്ങനെയാണോ ഈ ഒരു എൻജിനെക്സ് സർവീസ് ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടെർമിനലിനെ ബ്ലോക്ക് ചെയ്തല്ലേ. അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു കണ്ടെയ്നർ സക്സസ്ഫുള്ളി റൺ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റണ്ണിങ് കണ്ടെയ്നേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നതാണ് ഡോക്കർ PS. അതായത് സ്റ്റോപ്ഡ് കണ്ടെയ്നേഴ്സിനെ അല്ല, ഇപ്പൊ സ്റ്റിൽ ആക്റ്റീവ് ആയിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ എൻജിനെക്സിന്റെ ഈ ഒരു ഇമേജിന്റെ നല്ല നമ്മൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇവിടെ കണ്ടെയ്നറിന്റെ ID, അതുപോലെ തന്നെ ഏത് ഇമേജ് ആണോ ആ ഇമേജിന്റെ നെയിം, ക്രിയേറ്റഡ് ഡീറ്റെയിൽസ്, അത് ബൈ ഡിഫാൾട്ട് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പോർട്ടും നെയിമും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവര് ബൈ ഡിഫാൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കണ്ടെയ്നറിന് ഒരു നെയിമും ID ഒക്കെ അസൈൻ ചെയ്തതാണ്. നമുക്ക് മാനുവലി ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നെക്സ്റ്റ് കാണാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ടെയ്നേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇത് ബ്ലോക്ക് ചെയ്തു, അതായത് ടെർമിനലിനെ ബ്ലോക്ക് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇവിടെ ടെർമിനൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് ടെർമിനൽ ത്രൂ ആണ് നമ്മൾ ഇതിന്റെ ലിസ്റ്റ് എടുത്തത്. ഇനി സപ്പോസ് നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്യേണ്ട, എനിക്ക് ഈ ഒരു ഇമേജ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് മതി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കണ്ടെയ്നേഴ്സിനെ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിറ്റാച്ച്ഡ് മോഡിൽ റൺ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യുവാൻ അതിന് ഡോക്കർ സ്റ്റോപ്പ് സ്പേസ് ഈ ഒരു കണ്ടെയ്നറിന്റെ ID കൊടുത്താൽ മതി. അത് നമ്മൾ ഒന്നും കൂടെ നോക്കൂട്ടോ. ഇപ്പൊ നിങ്ങൾ പറയണ്ട, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാം എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡോക്കർ PS കമാൻഡ് അടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ്സും ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട്
ഒന്നും കൂടെ ഡോക്കർ റണ്ണ്. ഇനി എങ്ങനെയാണ് ഡിറ്റാച്ച്ഡ് മോഡിൽ റൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡിറ്റാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിറ്റാച്ച്ഡ് മോഡ് എന്നുള്ള -d കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പൊ ജസ്റ്റ് ആ ഒരു കണ്ടെയ്നറിന്റെ ആ ഒരു ഇനിഷ്യൽ ലോഗ്, എൻജിനെക്സ് സർവീസിന്റെ ഇനിഷ്യൽ ലോഗ് കാണിച്ചിട്ട് നിന്നു. ഇനി നമ്മൾ ഡോക്കർ പി ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡോക്കർ PS കമാൻഡ് നോക്കാം. ഓഫ് കോഴ്സ് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടൊന്നുമില്ല, കണ്ടെയ്നേഴ്സ് ഇപ്പം റണ്ണിങ് ആണ്. പക്ഷെ ഇത് ഡിറ്റാച്ച്ഡ് മോഡിലാണ് റൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇങ്ങനെ ഈ ഒരു കണ്ടെയ്നർ റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ലോഗ്സ് ചെക്ക് ചെയ്യൂലേ, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ലോഗ് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഡോക്കർ സ്പേസ് ലോഗ്സ് സ്പേസ് ഏത് കണ്ടെയ്നറിന്റെ ആണോ നിങ്ങൾക്ക് ലോഗ് ചെക്ക് ചെയ്യാനുള്ളത് അതിന്റെ ID കൊടുത്താൽ മതി. അപ്പൊ നേരത്തെ നമ്മൾ ആ ഡിറ്റാച്ച്ഡ് മോഡിലല്ലാതെ നോർമലി ഈ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ റൺ കമാൻഡ് മാത്രം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ട എല്ലാ കമാൻഡ്സും ഉണ്ട്. പക്ഷെ അതോടെ നിന്നു നമ്മൾ, കാരണം വേറൊന്നും ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് അതിന് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി ആ എൻജിനെക്സ് സർവീസിൽ നിന്ന് വരുന്ന എല്ലാ ലോഗ്സും ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമ്മളൊരു കണ്ടെയ്നർ ഇതുപോലെ റൺ ചെയ്യാൻ വേണ്ടി കൊടുത്തു, പക്ഷെ ആ ഒരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് അല്ല. അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ആ ഇമേജ് പുള്ള് ചെയ്യാൻ മറന്നുപോയി. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇമേജിന് റൺ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പം അവൈലബിൾ അല്ലാത്ത ഒരു ഇമേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇതുപോലെ നമ്മൾ പുള്ള് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എററും കാര്യങ്ങളൊന്നും വരില്ല. അതിന് പകരം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ ഫസ്റ്റ് ഈ ഒരു ഡോക്കർ ഹബിൽ നിന്ന് ഈ ഒരു ഇമേജ് പുള്ള് ചെയ്യും. അതിനുശേഷം അതായത് നമ്മുടെ കസ്റ്റം ഇമേജസ് ഒന്നും ഡോക്കർ ഹബിൽ അവൈലബിൾ ആയിരിക്കില്ല. നമ്മളിത് എന്താ പറയുക, നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിനെ വെരിഫൈ ചെയ്ത് ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി അതിന്റെ ബാക്കിയുള്ള സെക്യൂരിറ്റി പ്രാക്ടീസസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ അവൈലബിൾ ആയിരിക്കില്ല. അതായത് നമ്മൾ പുള്ള് ചെയ്യുന്നത് ഡോക്കർ ഹബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഡോക്കർ ഇമേജസിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻജിനെക്സിന്റെ 1.28 പിന്നെ ലേറ്റസ്റ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സപ്പോസ് ഞാൻ ഡോക്കർ റൺ എൻജിനെക്സ് സെയിം എൻജിനെക്സിന്റെ തന്നെ 1.29 വേർഷൻ എനിക്ക് വേണമെന്ന് വിചാരിച്ചോ. അപ്പം നമുക്കിവിടെ 29 വേർഷൻ ഇല്ല, 29.3 എടുക്കാം. 0.9 അല്ലേ ലേറ്റസ്റ്റ്. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിലും, സോറി ഡോക്കറിന്റെ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ചോർത്ത്. അപ്പോൾ അവർ ഫസ്റ്റ് നമുക്ക് ആ ഒരു മെസ്സേജ് തരും, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഈ ഒരു 1.9.3 അവൈലബിൾ അല്ലാന്ന്. പക്ഷെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് ആ ഒരു ഡോക്കർ രജിസ്ട്രിയിൽ പോയിട്ട് ഈ ഒരു 1.29.3 ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് പുള്ള് ചെയ്തിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഒന്നും കൂടെ ഇതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇമേജസിന്റെ ലിസ്റ്റ് എടുക്കാം. 293യും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വന്നു. അതായത് ആക്ച്വലി ഇത് നമ്മൾ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ജസ്റ്റ് എന്താ ചെയ്തത്, ഈ ഒരു റൺ കമാൻഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. റൺ കമാൻഡ് കൊടുത്തപ്പോൾ ഈ റൺ കമാൻഡിൽ സാധാരണ എന്താ ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഈ ഒരു ഇമേജിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യൂലേ. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഡോക്കർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡോക്കർ ഹബിൽ നിന്ന് പുള്ള് ചെയ്തിട്ട് റൺ ചെയ്തോളും. അപ്പൊ ഇതൊക്കെയാണ് കണ്ടെയ്നേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ ആ ഒരു ഡോക്കർ നമുക്ക് ഡിറ്റാച്ച്ഡ് മോഡിൽ നമ്മൾ നേരത്തെ റൺ ചെയ്ത ഏതെങ്കിലും ഈ 1.28 തന്നെ റൺ ചെയ്യാം. ഇപ്പം നമ്മൾ ഡോക്കർ PS അടിച്ചപ്പോൾ ഇപ്പം നമുക്ക് രണ്ടെണ്ണം ഇപ്പം റണ്ണിങ് ആണ് കേട്ടോ. നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഒരു നമ്മൾ എത്ര പ്രാവശ്യം ഈ ഇമേജിനെ റൺ ചെയ്യുന്നോ അത്രയും ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് സെയിം ഇമേജിനെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം റൺ ചെയ്താലും അത്രയും ഇൻസ്റ്റൻസസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അതായത് പുതിയതായിട്ട് പുതിയ ഇൻസ്റ്റൻസസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ കെയർഫുൾ ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഡോക്കർ PS
PS എന്ന് പറയുമ്പോൾ റണ്ണിങ് കണ്ടെയ്നേഴ്സ് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ ഡാഷ് എയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇതും ഇവൻ സ്റ്റോപ്പ് ആയിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെയും കാണാൻ വേണ്ടി പറ്റും. അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സിനെയും കാണാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, അത് സ്റ്റാർട്ടും സ്റ്റോപ്പും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഡോക്കർ റൺ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ, ഈ ഒരു ഇമേജിന്റെ പുതിയ ഒരു കണ്ടെയ്നർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ എൻജിനെക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഈ എൻജിനെക്സിന്റെ സെർവർ ബൈ ഡിഫാൾട്ട് റൺ ചെയ്യുന്നത് പോർട്ട് നമ്പർ 18 ആണ്. അതായത് എല്ലാ ആപ്ലിക്കേഷനും ഏതെങ്കിലും ഒരു ബൈ ഡിഫാൾട്ട് ഒരു പോർട്ട് ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് പോർട്ട് ഉണ്ടാവും റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ റെഡ്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ 6379 റൺ ചെയ്യുന്നത്, ചിലത് 8000 പോർട്ടിൽ റൺ ചെയ്യുന്നുണ്ടാവും, 8080 പോർട്ടിൽ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടാവും. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഈ ഒരു ഇമേജും ഈ ഒരു കണ്ടെയ്നറും ഇപ്പം റണ്ണിങ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നിട്ട് ഈ ഒരു സർവീസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഞാനൊരു ബ്രൗസറിൽ വന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ ഈ ഒരു ബ്രൗസറിൽ വന്നിട്ട് പോർട്ട് നമ്പർ 80 വെച്ചിട്ട് ഇതിനെ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന്റെ റീസൺ എന്താ? ഇപ്പം ഈ സർവീസ് റൺ ചെയ്യുന്നത് ഡോക്കറിന്റെ ആ ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്കിലാണ്. അത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിന്റെ ബ്രൗസർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ലോക്കൽ നെറ്റ്വർക്കിലേക്ക് ഈ ഒരു സർവീസിനെ അല്ലെങ്കിൽ സർവീസിന്റെ പോർട്ടിനെ എക്സ്പോസ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് പോർട്ട് ബൈൻഡിങ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ കുറച്ച് ഒരു ട്രിക്കി അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയാലും നമുക്കൊരു സിംഗിൾ ഡോക്കർ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ ആക്സസ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു സർവീസ് റൺ ചെയ്യുന്ന ഈ ഒരു പോർട്ട് 18 നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പോർട്ടിലേക്ക്, ഇപ്പൊ സെയിം പോർട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏത് പോർട്ടാണോ ആ പോർട്ടിലേക്ക് നമുക്ക് ബൈൻഡ് ചെയ്യാം. അതിന് നമുക്ക് തിരിച്ച് ടെർമിനലിലേക്ക് വരാം. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ഡോക്കറിന്റെ റൺ കമാൻഡിലെ നമുക്ക് ഒരു ഇൻസ്റ്റൻസും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡിലാട്ടോ ഈ പോർട്ട് ബൈൻഡിങ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ -d എന്ന് പറഞ്ഞ ഡിറ്റാച്ച്ഡ് മോഡിൽ ചെയ്ത പോലെ ptag ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിലെ ഏത് പോർട്ടിലേക്കാണോ ഇത് ബൈൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ആ പോർട്ട് നമ്പർ കൊടുക്കണം. പിന്നെ ഇപ്പം ആ സർവീസ് കറന്റ് റൺ ചെയ്യുന്ന പോർട്ട് നമ്പറും കൊടുക്കണം. അതായത് ഡോക്കറിന്റെ അകത്ത് ആ സർവീസ് റൺ ചെയ്യുന്ന പോർട്ട് നമ്പറും, പിന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു പോർട്ട് നമ്പറും കൊടുക്കുക. -p ആണ് അതിന്റെ ഒരു കമാൻഡ്. എൻ്റർ അടിക്കുക. ഇനി തിരിച്ച് നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ വന്ന് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, വെൽക്കം ടു എൻജിനെക്സ്. അതായത് നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ നിന്ന്, അതായത് ലോക്കൽ സിസ്റ്റത്തിലെ ഒരു ബ്രൗസർ ത്രൂ ഈ ഒരു എൻജിനെക്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ ഈ ഒരു പോർട്ടിലേക്ക് ഈ ഒരു സർവീസിനെ, ഒരു കണ്ടെയ്നറിൽ റൺ ചെയ്യുന്ന ഒരു സർവീസിനെ മാപ്പ് ചെയ്തു. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങളിപ്പം ഈ ഒരു പൈപ്പ് ലൈൻ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പോർട്ട് ബൈൻഡിങ് ഇതുപോലുള്ള ബേസിക് കോൺസെപ്റ്റ് എങ്കിലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ ഫൈനൽ കമാൻഡ്സിലേക്ക് വരാം. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്ന കമാൻഡാണ്. അതായത് ഇപ്പൊ നമ്മൾ ഡോക്കർ PS എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ആക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ മാത്രമേ കാണിച്ചു തരുള്ളൂ. ഇനി നമ്മൾ -a കൂടെ കൊടുക്കുമ്പോഴാണ് എത്ര കണ്ടെയ്നേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈവൻ അത് ഇപ്പൊ കറന്റ് റണ്ണിങ് അല്ല എന്നുണ്ടെങ്കിലും ആ കണ്ടെയ്നേഴ്സിനെയും കൂടെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു -a കൂടെ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡോക്കർ സ്പേസ് കണ്ടെയ്നറിന്റെ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഈ 1.28 എന്നുള്ള ഈ ഒരു കണ്ടെയ്നറിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ID നെയിം എല്ലാം കണ്ടെയ്നർ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മൾ റൺ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, അതായത് ഒരു നെയിമിൽ ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. കാരണം കണ്ടെയ്നർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഈ ID മാത്രം യൂസ് ചെയ്യാതെ നെയിം യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പം എഗെയിൻ നമ്മൾ ഈ ഒരു ഡിറ്റാച്ച്ഡ് മോഡും അതുപോലെ തന്നെ പോർട്ട് ബൈൻഡിങ് ഒക്കെ കണ്ട പോലെ ഈ ഒരു റൺ കമാൻഡ് ഡോക്കർ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ചെയ്യേണ്ടത്. നമ്മൾ എന്താണോ നെയിം കൊടുക്കുന്നത് ആ നെയിം കൊടുക്കുക. ഞാൻ കണ്ടെയ്നറിന്റെ
എൻജിനെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നെയിം കൊടുക്കാം. എനിക്ക് ഡിറ്റാച്ച്ഡ് മോഡിൽ റൺ ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം പോർട്ട് ബൈൻഡിംഗ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ആക്ച്വലി എന്താണോ ഈ ഒരു കണ്ടെയ്നറിൻ്റെ നെയിമും അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ ടാഗ് എന്താണോ അതും കൊടുക്കുക. സോറി, ഡാഷ് നെയിം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നെയിം കൊടുക്കാൻ. 1.2.3 നമ്മൾ 1.28 ആണല്ലേ പുള്ളി ചെയ്തത്. അപ്പോൾ ആ ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് അത് പുള്ളി ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ തന്നെ എൻജിനെക്സിൻ്റെ 3-4 എണ്ണം ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഡോക്കർ ഓൾറെഡി നമ്മൾ റൺ ചെയ്തല്ലോ, PS കമാൻഡ് റൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ റൺ ആയിക്കൊണ്ടിരിക്കുന്ന കമാൻഡ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിൻ്റെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന നെയിം കൊടുത്തു, അതായത് എൻജിനെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇതുപോലെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡോക്കർ സ്റ്റോപ്പ് കമാൻഡ് ഒന്നും കൂടെ റൺ ചെയ്യാം. സ്പേസ് എൻജിനെക്സ് ഡെമോ എന്നല്ലേ കൊടുത്തത്, ഇതുപോലെ നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നും കൂടെ PS കമാൻഡ് എടുത്താൽ ആ ഒരു കണ്ടെയ്നർ സ്റ്റോപ്പായി. അപ്പോൾ ഇതാണ് നമുക്ക് നെയിം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ കൺവീനിയൻറ്റ്, ഓർത്തിരിക്കാനൊക്കെ എളുപ്പമില്ലേ. അതായത് നമ്മളിപ്പോൾ ടേബിളിന് അലിയാസ് നെയിം കൊടുക്കുന്നതൊക്കെ പോലെ ഓർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ഡോക്കർ ഫയൽ നമ്മുടെ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ട് മാത്രമേ, ഇപ്പോൾ സപ്പോസ് നമുക്ക് റിയാക്ട് എടുക്കാം, റിയാക്ടിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതുപോലെ കണ്ടെയ്നറൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഡോക്കർ ഫയൽ എങ്ങനെയാണ് അതിന് ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടത്, കണ്ടെയ്നറൈസ് ചെയ്യുന്നത്, ഇപ്പം വെർച്വൽ പോലുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്